വാഗ്ദേവിയുടെ ഉദ്ഭവം നാം കണ്ടു. ഇനി 50-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ മനസ്സിൽ നിന്ന് മനോഹരമായൊരു രൂപം പ്രകടമാകുന്നത് സൂതൻ വിവരിക്കുന്നു. 50-ാം ശ്ലോകം മനസ്സിൽ നിന്നുള്ള ഉദ്ഭവം. ഭഗവാന്റെ മനസ്സിൻ്റെ ഭാവമായ ലക്ഷ്മി ദേവിയുടെ അഥവാ മഹാലക്ഷ്മിയുടെ അംശഭാവം ആവിർഭാവത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. 50-ാം ശ്ലോകം മനസ്സിൽ നിന്നുള്ള ഉദ്ഭവം. ഭഗവാന്റെ മനസ്സിൻ്റെ ഭാവമായ ലക്ഷ്മി ദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ചാണ്, അഥവാ മഹാലക്ഷ്മിയുടെ അംശഭാവത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. മനസശ്ച സമുദ്ബുധ മഹാലക്ഷ്മീ രൂപിണി സൗന്ദര്യമൂർത്തി സുധതി രത്നഭൂഷണഭൂഷിത. മനസഃ മനസ്സിൽ നിന്ന്, സമുദ്ഭൂത ഉദ്ഭവിച്ചു, മഹാലക്ഷ്മീ രൂപിണി മഹാലക്ഷ്മിയുടെ രൂപത്തോടുകൂടിയവൾ, സൗന്ദര്യമൂർത്തിഹി സൗന്ദര്യത്തിൻ്റെ തന്നെ വിഗ്രഹം രൂപം, സുധതി സുന്ദരമായ പല്ലുകളോടുകൂടിയവൾ, രത്നഭൂഷണഭൂഷിത രത്നാഭരണങ്ങളാൽ അലംകൃതയായവൾ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാന്റെ മനസ്സിൽ നിന്ന് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണരൂപമായ മഹാലക്ഷ്മി ആവിർഭവിച്ചു. അത്യന്തം സുന്ദരിയായ അവൾ സർവലക്ഷണങ്ങളോടും രത്നാഭരണങ്ങളോടും കൂടി പ്രകടമായി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ലക്ഷ്മി തത്വത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മനസ്സും ഐശ്വര്യവും. എന്തുകൊണ്ടാണ് ലക്ഷ്മി മനസ്സിൽ നിന്നുദ്ഭവിച്ചത്? ഐശ്വര്യം, വെൽത്ത്, പ്രോസ്പെരിറ്റി എന്നത് കേവലം പുറമേയുള്ള ഒന്നല്ല, അത് മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സ് സംതൃപ്തവും ഉദാരവുമാകുമ്പോഴാണ് അവിടെ മഹാലക്ഷ്മി വസിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛാശക്തിയുടെ വിൽ പവറിൻ്റെ പ്രതീകമാണ് ലക്ഷ്മി. സൗന്ദര്യമൂർത്തി. ഐശ്വര്യം സൗന്ദര്യത്തെയും പ്രഭയെയും നൽകുന്നു. ഭഗവാന്റെ വിഭൂതികളിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണിത്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നിന്റെ മനസ്സിനെ എപ്പോഴും ശുദ്ധവും ഉദാരവുമായി സൂക്ഷിക്കുക. സരസ്വതി നിന്റെ നാവിലും, അതായത് മുഖം, ലക്ഷ്മി നിന്റെ ഹൃദയത്തിലും, അതായത് മനസ്സ് വിളങ്ങട്ടെ. അറിവുണ്ടായിട്ടും ഐശ്വര്യം അഥവാ നന്മയില്ലാത്തവനും, ഐശ്വര്യമുണ്ടായിട്ടും അറിവില്ലാത്തവനും അപൂർണനാണ്. ഭഗവാന്റെ മുഖത്തു നിന്നും മനസ്സിൽ നിന്നും വന്ന ഈ 2 ദേവിമാരെയും നീ നിന്റെ ജീവിതത്തിൽ ഒരുപോലെ ആദരിക്കണം. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഓരോ ചൈതന്യങ്ങളും പുറത്തു വരുന്നത് നാം കണ്ടു. ഇനി 51-ാം ശ്ലോകത്തിൽ മറ്റൊരു അത്ഭുതകരമായ രൂപം, ബുദ്ധിയുടെ അതിദേവതയായ സാവിത്രി എങ്ങനെയാണ് ആവിർഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.